ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ആഗസ്റ്റ് 15-ാം തീയതി എടുത്ത. അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 4:30 ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡ്രക്കിനെ ചെടി വെച്ച് കൊടുത്തിരിക്കുന്ന ഈ കൂജ കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് പള്ളിപ്പുറത്ത് പള്ളി പെരുന്നാളിന് വാങ്ങിച്ചതാണ്. ഈ റാന്തൽ മോഡൽ ഡെക്കോറേറ്റവും ഞാൻ പള്ളിപ്പുറത്ത് പള്ളി പെരുന്നാളിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയൊക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 11 മണി കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡിനെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കണമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് കിടന്നൊന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. പിന്നെ ഒരു 3:15 ആയപ്പോഴാണ് ഞാനൊന്ന് ഓൺ മൂഡിലോട്ട് വന്നത്. ഒരു അടിപൊളി കട്ടൻ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം ഞാൻ എന്താ ഒരുങ്ങി ഇറങ്ങുവാണ് പള്ളിപ്പുറത്ത് പള്ളി പോകാനായിട്ട്. പള്ളിപ്പുറത്ത് പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവ പള്ളി പോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഞങ്ങൾക്ക്. പെരുന്നാളും അങ്ങനെ തന്നെയാണ്. കാണിച്ചു തരാം എല്ലാ വിശേഷങ്ങളും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബോട്ടിൽ ഗ്രീൻ സൽവാർ നല്ല A-ലൈൻ മോഡലിൽ തയ്പ്പിച്ചിരിക്കുന്നതാണ്. മെറ്റീരിയൽ റേറ്റ് മീറ്ററിന് 100 രൂപയാണ് കേട്ടോ. അതുപോലെ ഷോളായിട്ട് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതൊരു ലൈനിങ്ങിൻ്റെ തുണിയാണ്. ലൈനിങ്ങിൻ്റെ തുണിയിൽ നമ്മൾ 6 രൂപ വില വരുന്ന ലേസ് മേടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് കാണിച്ച ആ ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗ്, ചെറിയ ബാഗ്, അത് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ആഗസ്റ്റ് 15-ന് പെരുന്നാളിൻ്റെ തലേന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു വർഷമായി അത് വാങ്ങിച്ചിട്ട്. അങ്ങനെ പള്ളിപ്പുറത്ത് പള്ളിയിലെത്തി. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന ആ സമയത്ത് തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ MP ഒക്കെ വന്നത് കേട്ടോ. നല്ല ജനത്തിരക്കുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളാണ് കേട്ടോ പള്ളിപ്പുറത്ത് പള്ളിയിൽ ആഗസ്റ്റ് 15-ാം തീയതി ആഘോഷിക്കുന്നത്. വലിയ പെരുന്നാളാണ്. ഒത്തിരി നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യർ അന്നത്തെ ദിവസം അവിടെ വന്നു പോകാറുണ്ട്. ഞാൻ ഈ എക്സ്പ്രഷൻ ഇട്ടത് ഇപ്പം നടക്കുന്നത് അടിപൊളി മ്യൂസിക് വിത്ത് ലൈറ്റ് ഷോ ആണ് കേട്ടോ. ഞാൻ എന്നത് പള്ളിയുടെ ഒരു കോർണർ ഏരിയയിലായിരുന്നു. ഞാനൊരു സ്ട്രെയിറ്റ് വ്യൂ കാണിച്ചു തരാം ഇപ്പോൾ. രാത്രി 8 മണിക്ക് നടത്താനിരുന്ന ഷോ ആയിരുന്നു. കാലാവസ്ഥയുടെ അനുകൂലത നോക്കിയാണ് കേട്ടോ 7:30 തന്നെ പെരുന്നാൾ കമ്മിറ്റിക്കാർ ലൈറ്റ് ഷോ നടത്തിയത്. അങ്ങനെ ലൈറ്റ് ഷോ കഴിഞ്ഞ് നമുക്ക് പള്ളിപ്പുറത്ത് അമ്മയെ കാണാം. ഇതാണ് പള്ളിപ്പുറത്ത് അമ്മ. മാതാവ് ഒന്നേ ഉള്ളൂ, പക്ഷേ പല സ്ഥലത്തും പല പേരിലാണ് മാതാവ് അറിയുന്നത്. പള്ളിപ്പുറത്ത് പള്ളിയിലെ മാതാവിനെ പള്ളിപ്പുറത്ത് അമ്മയെന്നാണ് കേട്ടോ. കൊരട്ടിമുത്തി, വെച്ചൂരമ്മ, അതുപോലെ തന്നെ മുട്ടത്തമ്മ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ പള്ളിപ്പുറംകാർ മാതാവിനെ പള്ളിപ്പുറത്ത് അമ്മയെന്നാണ് വിളിക്കുന്നത്. സ്വർഗ്ഗാരോപിത മാതാവാണ് കേട്ടോ പള്ളിപ്പുറത്ത്. ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയും പള്ളിപ്പുറത്ത് പള്ളി മാതാവിൻ്റെ പെരുന്നാളും അടിപൊളി അടാറ് വൈബാണ്. രാജ്യസ്നേഹവും സ്നേഹമൊക്കെ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം. ഒത്തിരി കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ. അച്ഛനും അമ്മയും ഒഴിച്ച് എന്തും കിട്ടും നമ്മൾ തമാശയ്ക്ക് പറയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. കറങ്ങി നടന്ന സമയം ഏകദേശം ഒരു 9:30 കഴിഞ്ഞതുകൊണ്ടും വിശപ്പിൻ്റെ അസുഖം കൂടിയതുകൊണ്ടും തൽക്കാലം ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ച് വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ. നല്ല തിരക്കിനിടയിൽ ഒരു വിധത്തിൽ ഞാൻ എൻ്റെ 2 വീലറൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയോ വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറിയില്ല. പെരുന്നാൾ വിഭവങ്ങളൊക്കെ കൂട്ടി ഞാനൊരു തട്ടി അതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ. 2025 പള്ളിപ്പുറത്ത് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഒരുപാട് നാൾ ഞാനിങ്ങനെ കാത്തിരുന്ന് പല സ്ഥലത്തും ഞാൻ പോയിട്ട് കണ്ട് കിട്ടാനിട്ട് ഇങ്ങനെ അവസാനം കിട്ടി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയുന്നത് പോലെ അല്ലേ. ഇത് 350 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരു ഗാർഡൻ ഡെക്കോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ 2025 ആഗസ്റ്റ് 15 ശുഭം. ഞാനിനി പോയി കിടന്നുറങ്ങട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.